പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഒരു ഫ്രണ്ടായി കണ്ട് നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ അവസരം വിനിയോഗിക്കുന്നത്. അപ്പം നമ്മളുടെ കേരളത്തിൽ അച്ഛനോടും അമ്മയോടും ഉള്ള മക്കളുടെ കടമ, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരിക്കൽ ഞാൻ നേരിട്ട് കണ്ട ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് വന്നത്. അപ്പം നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പം ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഞാൻ നേരിട്ട് കണ്ട ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. സംഭവം ഞാൻ പറയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അസുഖബാധിതനായതിനാൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു എനിക്ക്. അതേസമയം അതേ റൂമിൽ എൻ്റെ ബെഡിൻ്റെ എതിർവശത്ത് പ്രായമുള്ള ഒരു അപ്പച്ചനും അമ്മച്ചിയും അഡ്മിറ്റായിരുന്നു. ഏകദേശം ഒരു വൈകുന്നേരമായപ്പോൾ എൻ്റെ അപ്പൻ ആഹാരം വാങ്ങുവാനെ പുറത്തേക്ക് പോയി. അന്നത്തെ കാലത്ത് ഈ മൊബൈലൊന്നും ഇല്ലാത്ത സമയമായിരുന്നു. ബോറടിച്ചപ്പോൾ ഞാൻ ഇവരെ നോക്കി കിടക്കുകയായിരുന്നു. ആ സമയം അപ്പച്ചൻ ആഹാരം കഴിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. അമ്മച്ചി കഞ്ഞി വിളമ്പി കൊടുക്കുന്നു. അപ്പച്ചൻ അത് മെല്ലെ കോരി കുടിക്കുന്നു. അതിനുശേഷം ആ സമയത്ത് അപ്പച്ചൻ്റെ മകൻ അകത്തേക്ക് കിടന്നു. അദ്ദേഹത്തെ കാണാൻ വിസിറ്റ് ചെയ്താണ് അദ്ദേഹം. ഞാനും അവിടെ കിടന്നു ഇതെല്ലാം കാണുകയാണ്. അപ്പച്ചൻ്റെ അരികിൽ ഇരിപ്പുറപ്പിച്ചു മകൻ. രോഗത്തെക്കുറിച്ച് കാര്യവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ ഒരു സമയം കഴിഞ്ഞു. ഏകദേശം ഒരു 10-15 മിനിറ്റ് ശേഷം മകൻ എഴുന്നേറ്റു. അപ്പച്ചനോടായിട്ട് പറഞ്ഞു, അവൾ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ, പാടത്ത് പണിക്കാർക്ക് പൈസ കൊടുക്കണം, ഞാൻ പോവുകയാണ്. അതുകൂടാതെ അപ്പനോടായിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരൂ, ഡോക്ടറോട് ഞാനെല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ആ നേരത്ത് ഞാൻ പറഞ്ഞ പോലെ 10-15 മിനിറ്റ് അത്രയും നേരം ചിലവഴിച്ച് അപ്പച്ചൻ്റെ കൂടെ ചിലവഴിച്ചു അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം ആ റൂം വിട്ട് പോവുകയും ചെയ്തു. പോയതിന് ശേഷമായിരുന്നു നമ്മൾ മനസ്സിന് വേദനിപ്പിക്കുന്നൊരു കാര്യം. ആ അപ്പച്ചൻ തൻ്റെ കയ്യിലിരിക്കുന്ന ആ ആഹാരം കൈവച്ച് അദ്ദേഹം കരയുകയാണ്. വിങ്ങിപ്പൊട്ടിക്കരയുന്ന കൊച്ചു കുട്ടികൾ വിങ്ങിപ്പൊട്ടിക്കരയുകയായിരുന്നു. കുറേ നേരം കരഞ്ഞപ്പോൾ അമ്മച്ചി അടുത്ത് വന്ന് ചോദിച്ചു, എന്തിനാണ് നിങ്ങളിങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ കരയുന്നത്? അപ്പച്ചൻ പറഞ്ഞ മറുപടിയാണ് സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം. കുറേ കാലമായി ഞാനിതിങ്ങനെ ആലോചിച്ച് വെച്ചിരുന്ന കാര്യം ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം. അദ്ദേഹം പറഞ്ഞ മറുപടി, എൻ്റെ അപ്പൻ്റെ അടുത്ത് ഇങ്ങനെ പ്രായമായി അസുഖമായിരുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്ക് അവിടെ ഒരു 10 മിനിറ്റ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ചിലവഴിക്കാൻ നേരമില്ലായിരുന്നു. അന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരൊത്ത് കറങ്ങിയൊക്കെ നടന്നു. ഇന്ന് കാലങ്ങൾക്ക് ശേഷം ഞാനത് നേരിടുമ്പോൾ ആ അനുഭവം എനിക്ക് നേരിട്ടുണ്ടായപ്പോൾ അറിയാതെ ഞാൻ എൻ്റെ അപ്പനെ ഓർത്തു പോയെന്ന്. ഇത് കേട്ട് അദ്ദേഹം വീണ്ടും കരയുകയായിരുന്നു. ഇത് കണ്ടപ്പം ആ അമ്മച്ചി ആശ്വസിപ്പിക്കുന്നു. ഇതെല്ലാം കണ്ട് ഓപ്പോസിറ്റ് ബെഡിൽ ഞാനും കിടക്കുകയാണ്. അപ്പം എൻ്റെ മനസ്സിലേക്ക് കുറേ കാര്യങ്ങളിങ്ങനെ ഓടി വന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. അതായത് 60-70 വർഷം അല്ലെങ്കിൽ 80 വർഷം പ്രായമുള്ളൊരു അപ്പച്ചനായിരിക്കും. എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ്. അദ്ദേഹം അത്രയും വർഷത്തിനിടയിൽ അയാൾ ഈ അവസാന സമയത്ത് മനസ്സിലാക്കിയ, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലൈസ് ആയ സമയത്ത് മനസ്സിലാക്കിയ ആ കാര്യം നമ്മുടെ മുന്നിൽ ദൈവമായിട്ട് കാണിച്ചു തന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതെനിക്കൊരു പാഠമായിരുന്നു. അതിൽ നിന്ന് ഞാനും എൻ്റെ അപ്പനെ പ്രായമാകുമ്പോൾ ഞാനിങ്ങനെ കൈവിടാതെ നോക്കുമെന്ന് എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ എനിക്കത് വളരെ ആ സമയത്ത്, ആ കൊച്ചു പ്രായത്തിൽ, 20 വയസ്സിൽ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്നെക്കൊണ്ട് പ്രേരിപ്പിച്ചൊരു കാര്യം. കഥ കൊണ്ട് നിൽക്കട്ടെ. എനിക്ക് പറയാനുള്ളത്
നമ്മുടെ നാട്ടിലെ വൃദ്ധസ്ഥാനങ്ങളുടെ കണക്ക് ഈയിടെ നെറ്റിലൊരു വീഡിയോ കാണാനിടയായി. ഒരു സന്യാസി, നോർത്ത് ഇന്ത്യ സന്യാസി, അയാൾ തൻ്റെ പ്രസംഗത്തിനിടയിൽ പരാമർശിക്കുന്നൊരു കാര്യം, കേരളത്തിൽ നിരവധി വിദ്യാഭ്യാസ ലിറ്ററസി ലെവൽ ഒരുപാട് ഉയരത്തിലാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. പക്ഷേ അവർ വൃദ്ധസദനങ്ങളും അതുപോലെ കൂടുന്നുണ്ട്. ഇപ്പോൾ നല്ല വിദ്യാസമ്പന്നരായ മനുഷ്യരിൽ നിന്ന് ഇങ്ങനെയാണോ ഒരു സംഭവം ഉണ്ടാകേണ്ടത്? സുഹൃത്തുക്കൾ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ കൂടുന്നതിൻ്റെ പിന്നിലെ കാര്യം അപ്പനും അമ്മയും ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത എല്ലാവരുടെ അതൊരു അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു കേരളം. അതാണ് പരമമായ സത്യം. ഈ വീഡിയോ കൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആ മകൻ ചെയ്തത് തെറ്റാണെന്ന് വിമർശിക്കാനോ ഒന്നിനും അല്ല. ഞാൻ ഉദ്ദേശിച്ചത്, ഈ ഒരു കഥ ഷെയർ ചെയ്യുന്നവർ, ഇത് കേൾക്കുന്ന നിങ്ങളിലാണെങ്കിലും സ്വന്തം അപ്പനോടും അമ്മയോടും ഒരു സ്നേഹവും അവരുടെ പ്രായവും അവരെ മാനിക്കാനും, അസുഖമാണെങ്കിൽ അവരെ വിസിറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ വിവാഹം കഴിച്ചവരാണെങ്കിൽ അവരുടെ അടുത്ത് പോകാനും, വിവാഹം കഴിച്ച് മറ്റു വീടുകളിലൊക്കെ നിൽക്കുന്ന മക്കളൊക്കെ കാണും, അവരൊക്കെ അപ്പനും അമ്മയും ഇടയ്ക്ക് വിസിറ്റ് ചെയ്യണം, നിങ്ങൾ സന്ദർശിക്കണം, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കണം. സാമ്പത്തികം മാത്രമല്ല, നിങ്ങളുടെ സാമീപ്യം അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട്. അതാണ് പരമമായ സത്യം. അപ്പം ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് കേൾക്കുന്ന എല്ലാവരും നല്ലൊരു മനസ്സിനുടമയാകട്ടെ. നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ സ്നേഹവും കരുതലും ഉള്ളവരാകട്ടെ. അതിന് ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. ഇത് കേൾക്കുന്ന ഒരു മനുഷ്യനിൽ വ്യത്യാസമുണ്ടാകട്ടെ. വൃദ്ധസദനങ്ങളുടെ എണ്ണം കുറയട്ടെ നമ്മുടെ നാട്ടിൽ. മാതാപിതാക്കളെ സ്വന്തം കൂടെ നിർത്തി മക്കളെ പോലെ പരിപാലിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിത്തീരട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. പറഞ്ഞ പോലെ എല്ലാവരും എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ വിനീത അഭ്യർത്ഥിക്കുന്നു. ഇനി ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പം ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.